ഹലോ. അപ്പം ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കോള് വന്നിരുന്നു. ഒന്നുമില്ല, ജസ്റ്റ് 2 ഐറ്റം ഞാനൊന്ന് ഓർഡർ ചെയ്തായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ. മാമ-എർത്തിൻ്റെ വിറ്റാമിൻ സി ബോഡി ലോഷനും അതുപോലെ തന്നെ ബൈ ബ്ലെമിഷും ഓർഡർ ചെയ്ത് കൊടുത്തിട്ട്, സ്പോൺസർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ക്യാൻസലാക്കി എന്ന് പറയുന്ന അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഞാനത് പ്രത്യേകം ഈ വീഡിയോ സമർപ്പിക്കുന്നു. വേണ്ട, ഓർഡർ വന്നിട്ടുണ്ട്. വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തരണം, ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കരുത്. എനിക്ക് പിന്നെ എങ്ങനെ ഈ ഓർഡർ കിട്ടിയത്? ഓർഡർ എനിക്ക് ഡെലിവർ ആയത് എങ്ങനെ? വേണ്ട, ഇപ്പം ഞാനും എൻ്റെ ഇളയ മോനും ഇരുന്ന് എടുത്തതാണ്. സംശയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഫ്ലിപ്കാർട്ടിൻ്റെ ഇത് കിടപ്പുണ്ട്, ബൈ ബ്ലെമിഷ് വിറ്റാമിൻ സി. അവരുടെ കവർ അവൻ വലിച്ച് താഴെ ഇട്ടതാണ്. QR കോഡ്, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ എഴുതിയ ബോക്സ്. ഇതൊന്നും ഞാൻ ക്യാൻസൽ ചെയ്തെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒരാൾക്ക് സ്പോൺസർ ചെയ്ത സാധനം ക്യാൻസൽ ചെയ്യുമോ എന്നുള്ളത് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സാധനം ഇതുപോലെ ഓർഡർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യുമോ? ഇല്ല, വേറെ ആരും ക്യാൻസൽ ചെയ്യത്തില്ല. അപ്പോൾ ഒരാൾക്ക് സ്പോൺസർ ചെയ്തതാണെങ്കിൽ പോലും അവർ ക്യാൻസൽ ചെയ്യത്തില്ല. ഇത് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മച്ചിക്ക് മനസ്സിലായല്ലോ, വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തരണം. ആ നമ്പർ തന്നെങ്കിൽ മാത്രമേ അവർ വിളിക്കും. ഡെലിവറി ആയെന്നും പറഞ്ഞുകൊണ്ട്, ഇന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ്, എങ്ങോട്ടാണ് വരണ്ടേ സ്ഥലം പറഞ്ഞു കൊടുക്കാനായിട്ട് വിളിക്കും. വിളിക്കുമ്പം പേടിച്ചിട്ട് ഒന്നിൽ കൊടുക്കാതിരിക്കുകയെന്നുണ്ടെങ്കിൽ അത് ക്യാൻസലായി പോകും തന്നെ. അതിന് സ്പോൺസർ ചെയ്തവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടാ. അതുകൊണ്ട് എന്താ പറ്റിയ, നല്ല ഒന്നാമതൊരു അടിപൊളി ബ്രഷസാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. സാരമില്ല, വേറെ പല ആൾക്കാർ സഹായിച്ചല്ലോ, ആ സഹായിച്ചവരോടും കൂടെയാണ് പറയുന്നത്. ഇനി സഹായിക്കാൻ നിൽക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ട് നിന്നോണം. ഇതുപോലെ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോഴേ, കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം നമ്മൾ 24 മണിക്കൂർ വീട്ടിൽ വെറുതെ ചൊറിയും കുത്തി ഇരിക്കുകയല്ല. ഇന്നിപ്പോൾ എന്തായാലും ഒന്ന് ലീവ് എടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഈ ലീവുള്ള സമയമൊക്കെ നോക്കി വീഡിയോ ചെയ്യുന്നത്. ഈ രാവിലെ ഉച്ച സമയമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അല്ലാതെ ചോദ്യം കുത്തി വെറുതെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ബാക്കി പരിപാടിയെല്ലാം അറിയാം. അവരെ കുറ്റം പറയാനും ഇവരെ കുറ്റം പറയാനും തലയ്ക്ക് വെളിവില്ല എന്ന് പറയാനും എല്ലാം നല്ല മുന്നേ നിൽക്കുന്നതല്ലേ. ബാക്കി കാര്യങ്ങളും കൂടെ യൂട്യൂബിൽ നോക്കി ഒന്ന് പഠിക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സമർപ്പിക്കുക. ഇനിയും കുറച്ചേലും ബോധം വെക്ക്.